إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ അവൻ ദുർബലനാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഏതൊരു കാര്യത്തിനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ആവശ്യമാണ്. ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതാണല്ലോ നാം ഓരോ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന് നാം ദിവസവും പ്രാർത്ഥിക്കുന്നു. അത്രയും ദുർബലനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് വളരെ അനിവാര്യമായ കാര്യമാണ്. അഥവാ ഒരു വിശ്വാസിയുടെ കൂടെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ട സബബുകൾ, കാരണങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. നമ്മുടെ റിസ്ക്കിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി, ജോലി ചെയ്യുന്നതിനും സമ്പാദിക്കുവാനും, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുവാനും ചികിത്സ തേടുവാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടു. എങ്കിലും ആത്യന്തികമായി കൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് സഹായം ലഭിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. നമ്മൾ എത്ര കഴിവുള്ളവനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാതെ ഒരു കാര്യവും നമുക്ക് ലഭിക്കുകയില്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട, ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. സഹോദരങ്ങളെ, നാം അനുഗ്രഹീത മാസമായ റമളാനിലാണ്. ഈ റമളാനും പ്രാർത്ഥനക്കും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു,
പ്രാർത്ഥനയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ആയത്ത്, ആ ആയത്തും അതിന് റമദാനുമായുമുള്ള ബന്ധം അവിടെ നമുക്ക് കാണാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവരോട് അടുത്തു നിൽക്കുന്നവനാണ്. ഉജീബു ദഅവത്തദ്ദാ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നയാളുകൾക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഫല്യസ്തജീബൂലി വല്യുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, അതിനാൽ എന്നോട് പ്രാർത്ഥിക്കുക, എന്നിൽ വിശ്വസിക്കുക, അവർക്ക് നേർമാർഗം ലഭിച്ചേക്കാമെന്ന്. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുന്നിടത്താണ്. ഈ ആയത്തിന്റെ മുകളിലുള്ള ആയത്തിൽ നമുക്ക് കാണാം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്ത്. വിശുദ്ധ ഖുർആൻ റമദാനിനാണ് അവതരിക്കപ്പെട്ടത്, ആ മാസം നിങ്ങൾ സന്നിഹിതരാവുകയാണെങ്കിൽ നോമ്പെടുക്കണമെന്ന ആയത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മേൽ സൂചിപ്പിച്ച ആയത്തിന് മുകളിലും. ഈ ആയത്തിന് ശേഷമാണ് ഉഹില്ല ലക്കും ലൈലത്തു സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങുന്ന നോമ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ആയത്തിന് ശേഷവുമാണ്. അതിൽ നിന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഫജാഅത് ഹാദിഹിൽ ആയത്തുൽ കരീമ വഹിയ മുഖ്തസത്തുൻ ബിദുആഇ മുതവസ്സിതത്തുൻ ലിആയാത്തുസ് സിയാം. ഈ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കിടയിലാണ് ഇത് വന്നത്. ലഅല്ല ഫീ ദാലിക മാ യദുല്ലു അലാ ഇളമി ഖദരി ദുആ വ അഹ്മിയതിഹി ഫീ ഹാദാ ശഹർ. കാരണം ഈ കാര്യം നമ്മെ അറിയിക്കുന്നത് പ്രാർത്ഥനയുടെ മഹത്വവും ഈ മാസം അതിനുള്ള പ്രാധാന്യവുമാണ് എന്നാണ്. ഈ ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഈ മാസത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചില്ലേ, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുകളുടെ പ്രാർത്ഥന അത് തള്ളപ്പെടുകയില്ല. അതിൽ ഒരു കൂട്ടരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് അസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മാസത്തിലെ നോമ്പിൻ്റെ കൂടെ, നമസ്കാരത്തിൻ്റെ കൂടെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ കൂടെ, സ്വതക്കകളുടെ കൂടെ, അദ്കാറുകളുടെ കൂടെ നാം നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ള ചെറുതും വലുതുമായ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്വർഗവും നമുക്ക് ആവശ്യമുള്ള നരകമോചനവും പരലോകത്തുള്ള രക്ഷയും ഖബറിലുള്ള രക്ഷയും ഇതെല്ലാം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ ലക്ഷ്യമായ തഖ്വയും നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ മുൻഗാമികളുടെ ഒരുപാട് മാതൃക ഈ പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുത്ത ആളുകളാണല്ലോ പ്രവാചകന്മാർ. അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല അവരുടെ വിശേഷണമായി കൊണ്ട് തന്നെ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആ പ്രവാചകന്മാർ അവർ നന്മയിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു. വയദഊനനാ റഗബൻ വറഹബ, ആഗ്രഹത്തോടും പ്രതീക്ഷയോടും ഭയത്തോടും കൂടി നമ്മോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ വിശേഷണമായി തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്ക് അങ്ങേയറ്റത്തെ പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവരാണല്ലോ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ സക്കരിയ അലൈഹിസ്സലാം, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്,
സക്കരിയ അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അദ്ദേഹത്തിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ, അല്ലാഹുവേ, പവിത്രമായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. ഇന്നക സമീഉ ദുആ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയും പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഇതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരുന്നുവെങ്കിൽ പ്രവാചകന്മാർ അവരുടെ ദൗത്യത്തിൽ സഹായം ലഭിക്കുന്നതിനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ ദൗത്യത്തിൽ അള്ളാഹു എന്തിനാണോ അവരെ നിയോഗിച്ചത് ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന കാര്യം തീർച്ചയാണല്ലോ. പക്ഷേ ആ കാര്യത്തിലും അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടിയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ, അള്ളാഹുവേ, അവർ എന്നെ കളവാക്കുന്നു, അതിൽ നീ എന്നെ സഹായിക്കണമേ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിരുന്നു. മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ബദറിൽ പ്രാർത്ഥിച്ച രംഗം നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സുജൂദിൽ വീണുകൊണ്ട് പ്രാർത്ഥന നിരതനായിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലീമാ വഅതനി, അള്ളാഹുവെ, എനിക്ക് വാഗ്ദാനം ചെയ്ത കാര്യം നീ നിറവേറ്റി തരണമേ. അല്ലാഹുമ്മ ആതിമാ വഅതനി, എനിക്ക് വാഗ്ദാനം നൽകിയത് നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസാബതു മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്, അല്ലാഹുവേ, ഈ കൊച്ചു സംഘം, നിന്നെ ആരാധിക്കുന്ന ഈ സംഘം ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ പിന്നീട് ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്നതാണ്. മാത്രമല്ല, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥന എന്നുള്ളത് എല്ലാ ആരാധനകളിലെയും പ്രധാനിയാണ് എന്നും ഏതൊരു ആരാധന എടുത്താൽ അതിലൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പ്രവാചക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഖിറാഅത്താകട്ടെ, എല്ലാത്തിലും ഒരു പ്രാർത്ഥന കാണുവാനും നമുക്ക് സാധിക്കും. കാരണം ദുആ എന്നുള്ളത് രണ്ട് ഇനമാണ്, ദുആഉ മസ്അലത്തിൻ വ ദുആഉ ഇബാദ. ഒന്നാമത്തേത് ദുആഉ മസ്അല, അഥവാ നാം അല്ലാഹുവോട് ചോദിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. രണ്ടാമത്തേത് ദുആഉ ഇബാദ, ഇബാദത്തായ ദുആ, അഥവാ ഓരോ ആരാധനാ കർമ്മങ്ങളിലൂടെയും നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വീകാര്യത, ഈ കർമ്മത്തിൻ്റെ സ്വീകാര്യത തേടിക്കൊണ്ടാണ് നാം ഓരോ ആരാധനയും നിർവഹിക്കുന്നത്. അതിലൂടെയെല്ലാം, നമ്മുടെ ഇബാദത്തുകളിലൂടെയെല്ലാം ഒരു ആരാധന, പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം നിരന്തരമായി ആരാധനകളുടെയും മസ്അലകളുടെയും നമ്മുടെ ആവശ്യങ്ങൾ തേടിക്കൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എൻ്റെ ആരാധനയെ തൊട്ട് ആരാണോ എന്നെ ആരാധിക്കുന്നതിൽ നിന്നും അഹങ്കരിച്ച് പിന്മാറിക്കളയുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് എന്നോട് ദുആ ചെയ്യണമെന്നാണ്. പിന്നീട് പറയുന്നത് എൻ്റെ ആരാധനയിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്നവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. അഥവാ ആരാധനയും പ്രാർത്ഥനയും തമ്മിൽ പിരിക്കാൻ പറ്റാത്ത വലിയ ബന്ധമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ആൾ അവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിൽ എറിയപ്പെടുമെന്നും അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു, മല്ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, ആർ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ, ആർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലയോ, അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയോളം ആദരണീയമായ, പ്രാർത്ഥനയോളം മഹത്തരമായ മറ്റൊരു ഇബാദത്തുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രാർത്ഥന എന്നുള്ളത് ഉപദ്രവിക്കപ്പെട്ടവന്റെ ആയുധം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. വത്തഖി ദഅവത്തൽ മദ്ലൂം,
നീ ഉപദ്രവിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അതിനും ആ മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇതൊക്കെ പ്രാർത്ഥനയുടെ മഹത്വമാണ് എന്ന് നാം ഓർക്കുക. മർദ്ദിക്കപ്പെട്ടവൻ്റെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അധികം പ്രയാസങ്ങൾക്ക്, കടം പോലെയുള്ള മാനസിക സംഘർഷം പോലെയുള്ള വിഷമം, പ്രയാസം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായി കൊണ്ട് നിർദ്ദേശിച്ചതും പ്രാർത്ഥനയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏതൊരു ആവശ്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക. അള്ളാഹു പഠിപ്പിച്ചു തന്നത് യാ ഇബാദി, അടിമകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തേവനും അവസാനം ഉള്ളവനും, വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും, ഖാമു അലാ സഈദിൻ വാഹിദിൻ, ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ അവിടെ നിന്നുകൊണ്ട് ഫസഅലൂനി, എന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, അങ്ങനെ ഓരോ മനുഷ്യരും അവർ ചോദിച്ചതെല്ലാം നാം അവർക്ക് നൽകി. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ഒരു സൂചി കടലിലേക്ക് മുക്കി അത് പുറത്തെടുത്താൽ എന്തൊന്നാണോ കടലിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവുക, അത്ര മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിൽ നിന്ന് കുറവ് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യിൻ കരീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ലജ്ജയുള്ളവനും മാന്യനുമാണ്. യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയ്യുറുദ്ദഹാ സിഫ്റ. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നീട്ടിയ കരങ്ങൾ അത് ശൂന്യമാക്കിക്കൊണ്ട് തിരിച്ചയക്കുന്നത് അള്ളാഹുവിന് ലജ്ജയാണ്. അതുകൊണ്ട് നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഅജസുൻ നാസി മൻ അജസ അനി ദുആ എന്നുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. ജനങ്ങളിൽ ഏറ്റവും അശക്തൻ അവൻ പ്രാർത്ഥനയെ തൊട്ട് അശക്തനായവനാണ്. പ്രാർത്ഥിക്കാത്തയാളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തൻ എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മഹത്വവും ഈ മാസത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനവും അതിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി പ്രാർത്ഥന നിരതമായ ഒരു ജീവിതം നയിക്കാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രാർത്ഥിക്കാത്ത ആളുകളോട് ദേഷ്യവും പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ് ഇഷ്ടവും എന്ന് മനസ്സിലാക്കി നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ വറസൂലിനാ വഖുദ്വത്തിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അമലുകൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതിൽ നിയ്യത്തുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ അതിൻ്റെ നിയ്യത്ത് അടിസ്ഥാനത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം ചെയ്യുന്ന അമലുകൾക്ക് അതിന് മഹത്വം നൽകുന്നതിലും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്നതിലും നിയ്യത്തിന് വലിയ ഒരു പങ്കുണ്ട്. മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറയുന്നു, റുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്ര വലിയ കർമ്മങ്ങളാണ് നിയ്യത്ത് അതിനെ വളരെ നിസ്സാരമാക്കിയിട്ടുള്ളത്. വറുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര ചെറിയ അമലുകളാണ് നിയ്യത്ത് അതിനെ മഹത്വപ്പെടുത്തിയിട്ടുമുള്ളത്. സഹോദരങ്ങളെ, ഒരു പക്ഷേ ഒരാൾ ദാനം ചെയ്ത 1000 രൂപ ചിലപ്പോൾ 10 രൂപയുടെ മുന്നിൽ ചെറുതായെന്ന് വരാം. അതിലൊക്കെ നിയ്യത്തുകൾക്ക് വലിയ
പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, നമുക്ക് കൃത്യമായ നിയ്യത്തുണ്ടെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും സൽക്കർമ്മങ്ങളാക്കി മാറ്റുവാനും സാധിക്കും എന്ന് നാം മനസ്സിലാക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഓരോ ദിവസവും ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരു നിയ്യത്തുണ്ട് എങ്കിൽ, ശ്രദ്ധയുണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് കാണാം, ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ. അശ്രദ്ധക്കാരൻ്റെ, അശ്രദ്ധയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ്റെ ഇബാദത്തുകൾ പോലും, അവൻ്റെ ആരാധനാ കർമ്മങ്ങൾ പോലും കേവലം ചില ശീലങ്ങളായിരിക്കും. വആദാത്തു അഹ്ലിൽ യഖളത്തി ഇബാദാത്തുൻ. എന്നാൽ ഉണർന്നു പ്രവർത്തിക്കുന്നവൻ്റെ ശീലങ്ങൾ പോലും അവൻ്റെ ഇബാദത്തുകളായിരിക്കുമെന്ന് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് ഇബാദത്തുകൾ ശീലങ്ങൾ ഇബാദത്തുകളുമാവുന്നത്? അത് അവൻ്റെ നിയ്യത്തിനെ പരിഗണിച്ചിട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റുവാൻ സാധിക്കും. നാം ചെരുപ്പ് ധരിക്കുന്നു, മുടി ചെയ്യുന്നു, പള്ളിയിലേക്ക് കയറുന്നു, വീട്ടിൽ കയറുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ വലതുകാൽ മുന്തിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുന്നു, നിയ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, ചെരുപ്പഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇടതുകാലിനെ മുന്തിക്കുകയാണെങ്കിൽ, നിയ്യത്തോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സൽക്കർമ്മമാക്കി മാറ്റുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നാം നമസ്കാരത്തിൽ വലത് കൈ ഇടത് കൈക്ക് മുകളിൽ വെക്കുന്നത് പോലും ആ പ്രത്യേക കാര്യത്തിന് പോലും നിയ്യത്തുണ്ടെങ്കിൽ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന നിയ്യത്തുണ്ടെങ്കിൽ, ആ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളും നമ്മുടെ സൽക്കർമ്മത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, പുണ്യം ലഭിക്കുന്ന കാര്യമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഈത്തപ്പഴം കൊണ്ട് കഴിക്കുന്നു. ഈത്തപ്പഴമാണ് മുന്നിലുള്ളത് എന്നതുകൊണ്ട് എടുത്തു കഴിച്ചാൽ, ഒരു നിയ്യത്തില്ലാതെ കഴിച്ചാൽ അത് നമുക്ക് സൽക്കർമ്മമാവുന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നത് ഈത്തപ്പഴം കൊണ്ടായിരുന്നു എന്ന നിയ്യത്തുണ്ടെങ്കിൽ അത് നമ്മുടെ പുണ്യകർമ്മമാണ്. നഖം വെട്ടുന്നതും സുഗന്ധം ഉപയോഗിക്കുന്നതും പല്ല് തേക്കുന്നതും എല്ലാം ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു വെച്ച ആ വാക്കിന് ശേഷം അദ്ദേഹം പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ കൂടി നാം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. അദ്ദേഹം പറയുന്നത്, നാം ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നു. ആ നിലക്കുള്ള പഠിപ്പിക്കപ്പെട്ടതായ എല്ലാ സുന്നത്തുകളും മാറ്റി വെക്കുകയാണെങ്കിൽ പോലും ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. കുലു വഷ്റബു എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന നിയ്യത്തുണ്ടെങ്കിൽ പോലും അതവനൊരു പുണ്യകർമ്മമാണ്. നാം എല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. വസ്ത്രം ധരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നഗ്നത മറക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന നിലക്കാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ അതും പുണ്യകർമ്മമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ നാം ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മുടെ നടത്തവും ഇരുത്തവും സംസാരവും എല്ലാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ നടത്തത്തിൽ മിതത്വം പാലിക്കുക. അങ്ങനെ ഒരാൾ നടന്നാൽ, വിനയത്തോടുകൂടി നടന്നാൽ, ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അതും സ്വതക്കയാണ് എന്ന് നാം പഠിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സമയങ്ങളിലും സൽക്കർമ്മം ചെയ്യുന്നവരായി മാറാൻ ശ്രദ്ധിക്കുക. നിയ്യത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായൊരു ശ്രദ്ധ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ തുലാസിൻ്റെ കനം കൂട്ടുവാൻ നമുക്ക് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കുക. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ എന്ന് വിളിച്ചു പറയപ്പെട്ട ഈ ദിനരാത്രങ്ങളിൽ കൂടുതൽ കൂടുതൽ ഖൈറിന് വേണ്ടി കൂടുതൽ നന്മകളിൽ ശീലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ശൈത്താനെ പിടിച്ചു കെട്ടപ്പെട്ട് സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ട് വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട് എല്ലാ നിലക്കും നന്മകൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ മാസത്തിൽ ആ നന്മകളുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകുക, അതിന് ശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിനെ
കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വാലിഹായ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും മരണപ്പെട്ട ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗം ബാധിച്ച ആളുകൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും അവരുടെ കൂടെയുള്ളവർക്കും ക്ഷമിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين واستغفروه إنه هو الغفور الرحيم.